പൂരാവേശത്തിൽ അലിഞ്ഞ് വടക്കുന്നാഥന്റെ മണ്ണ്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും മറുനാടുകളിൽ നിന്നുമുള്ള പൂരപ്രേമികൾ വടക്കുന്നാഥ സന്നിധിയിൽ സംഗമിച്ചപ്പോൾ അവിടം മനുഷ്യക്കടലായി. കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളിയതോടെയാണ് പൂരം ദിവസത്തെ ചടങ്ങുകൾക്ക് തുടക്കമായത്. പുലർച്ചെ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യകിരണങ്ങൾ വീണപ്പോൾ കണിമംഗല ശാസ്താവ് ശിവപുരിയിലേക്ക് കരിവീരന്റെ മസ്തകത്തിലേറി ആദ്യം എഴുന്നള്ളി. കുളശ്ശേരി ക്ഷേത്രത്തിലെത്തിയ ശാസ്താവിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ സ്വീകരിച്ചു. തുടർന്ന് 9 ഗജരാജക്കന്മാരുടെ അകമ്പടിയിൽ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിലേക്ക്. ദേവഗുരുവായ ബൃഹസ്പതിയായി സങ്കല്പിക്കുന്ന കണിമംഗല ശാസ്താവ് വടക്കുന്നാഥനെ വണങ്ങാതെ പടിഞ്ഞാറേ ഗോപുരം വഴി തിരികെ പോയി. തുടർന്ന് 7:30 തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത് ആരംഭിച്ചു. പിന്നാലെ വിവിധ ഘടകപൂരങ്ങൾ എഴുന്നള്ളി തുടങ്ങി. പിന്നീട് ഉത്സവ കേരളത്തിന്റെ കിരീടം വയ്ക്കാത്ത ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ശിരസിലേറി ചെമ്പുക്കാവ് ഭഗവതിയും പൂരനഗരിയിലെത്തി. 11:30 മഠത്തിൽ വരവ് ആരംഭിച്ചു. മഠത്തിൽ വരവിനൊപ്പമുള്ള പഞ്ചവാദ്യം കാണാനായി നിരവധി പേരാണ് ഒത്തുചേർന്നത്. കൊങ്ങാട് മധുവിന്റെ നേതൃത്വത്തിലാണ് പഞ്ചവാദ്യം. 12:30 പാറമേക്കാവ് ഭഗവതി പൂരത്തിനായി പുറപ്പെട്ടു. 15 ആനകളുടെ അകമ്പടിയിൽ ചെമ്പട കൊട്ടിയാണ് പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥ സന്നിധിയിലേക്ക് പുറപ്പെട്ടത്. കത്തിക്കയറിയ വെയിലിൽ ചെമ്പട കൊട്ടിക്കയറിയപ്പോൾ പൂരപ്രേമികളും ആർപ്പുവിളികളോടൊപ്പം ചേർന്നു. താളമേളത്തിനൊപ്പം പാറമേക്കാവിലമ്മ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ക്ഷേത്ര മൈതാനവും പ്രദക്ഷിണ വഴിയും ജനസാഗരമായി. 2 മണിയോടെ ഇലഞ്ഞിത്തറ മേളത്തിനും തുടക്കമായി. വൈകിട്ട് 5:30 തെക്കേ നടയിലാണ് കുടമാറ്റം. നാളെ പുലർച്ചെയാണ് വെടിക്കെട്ട് നടക്കുക. ജനം, തൃശൂർ.